അതുല്യ ഷാർജ റോളയിലെ ഫ്ലാറ്റിലാണ് തൂങ്ങി മരിച്ചത്. അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, രണ്ട് കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നു. അതുല്യയുടെ വീട്ടുകാർ ഭർത്താവായിട്ടുള്ള സതീഷിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, സതീഷ് നേരെ തിരിച്ചും ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ അയാൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഏറ്റവും അവസാനവും പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഒന്നുകിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ എന്താ പറയുക ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നമുക്കൊരു അറ്റൻഷൻ കിട്ടും അവിടേക്ക് മാറാൻ ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് നമുക്കൊരു അറ്റൻഷൻ കിട്ടുന്ന, നമ്മളോട് ഇപ്പോൾ ആർക്കെങ്കിലും വിരോധമുണ്ട് അല്ലെങ്കിൽ നമ്മളെ മാനസിക പീഡനത്തിന് ഒരാൾ ഇരയാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് വഴിമാറി പോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ജോലി ഇപ്പോൾ എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ. എവിടെ പോയാലും നമുക്കൊരു ജോലി ചെയ്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. പക്ഷേ ഒരു പൊടി കുഞ്ഞിനെയൊക്കെ എടുത്ത് കെട്ടിത്തൂക്കി മരണപ്പെടുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുറാനിൽ പറയുന്ന പോലെ ആത്മഹത്യ ഏറ്റവും വലിയ പാപമാണ്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല, അവരെ സ്നേഹിക്കുന്ന എത്രയോ പേര് ഈ നാട്ടിലുണ്ടായിരിക്കും. അവരിൽ ആരെങ്കിലും ഒരാളെ കണ്ടെത്തുക, അവരോട് ഫോണിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഫോണിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ആരോടെങ്കിലുമൊക്കെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ ശ്രമിക്കുക. അതേ മാർഗ്ഗമുള്ളൂ ഇതിനകത്ത്. ഏതായാലും വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പ്രവാസ ലോകത്തിലെ ആത്മഹത്യകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണല്ലോ ഇവർ കയറിപ്പോകുന്നത്. എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റാമെന്നുള്ള മോഹവുമായിട്ടാണ് പലരും കയറിപ്പോകുന്നത്. ചിലർ ഭർത്താവിനൊപ്പം നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടും പോകും. അതേ ഭർത്താവ് തന്നെ അവരുടെ കഴുത്തിൽ കുരുക്ക് വിട്ടുകൊടുക്കും.